അപ്പൊ നമ്മളിന്നൊരു ഈവനിങ് വ്ളോഗാണ്ട. ഞാൻ ചിരിക്കണത് വേറെ നല്ല കൊച്ചാപ്പയാണ് വന്നിട്ട് ഞാനിങ്ങനെ ആദ്യം തുടങ്ങാൻ പോകുമ്പോ അവനിങ്ങനെ കളിയാക്കുന്നുണ്ട്. കളിയാക്കി മീൻസ് അവൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ട് വായ കുത്തിട്ടോ. അപ്പൊ അതാണ് ഞാൻ ഇടയ്ക്ക് നോക്കണത്. ഇപ്പൊ ഞാൻ കുറെ നാളായിട്ട് നമ്മുടെ ചാനലിൽ അല്ലെങ്കിലും ഈവനിങ് വീഡിയോ ആവും, റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആവും. കാരണം കാലത്ത് അങ്ങനെ എന്താട്ടോ പറയാ വീഡിയോ ഒന്നും എടുക്കാൻ നേരം കിട്ടാറില്ല. ഇവര് 9 മണി 9:15 ആകുമ്പോൾ രണ്ടുപേർക്കും പോകണം. എന്തെങ്കിലും ചായയുടെ കറി, അടിക്ക് കറി, പിന്നെ ചോറ് കറി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ 6 മണി 6:15 ആവും ഉന്തി തന്നെ ഇരിക്കണമെങ്കിലൊക്കെ. അപ്പം അത് കാരണം വീഡിയോ ആ സമയത്തൊന്ന് ക്യാമറ ഓണാക്കി നോക്കുമ്പോൾ മൊത്തത്തിൽ ലേറ്റ് ആവും. അപ്പം ഞാൻ വിചാരിച്ചു വൈകിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. വാ. അപ്പം അതാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ വെച്ചത്. ഞാൻ ഇതിന് മുന്നൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചാപ്പിടെ ആള് നമ്മൾ നോർമൽ കളിക്കണ കാറിൻ്റെ ടയറ് വിഴുങ്ങി ശനിയാഴ്ച ഉണ്ടായതാണ്. അപ്പോൾ കുറേ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ച് മുന്നേ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചത്. പിന്നെ എല്ലാവരും ഒന്ന് വിളിച്ചുകൊണ്ടിരുന്നു എൻ്റെ മുന്നിൽ വീഡിയോ അറിയാനൊക്കെ ആയിട്ട് മെസ്സേജും. അപ്പോൾ അത് കാരണം ഇങ്ങോട്ട് വാ, വരെ തിരിക്കുക. അത് കാരണം കേട്ടോ കുറച്ച് ലേറ്റായി. 6:15 കഴിച്ചിട്ട് വന്നിട്ടില്ല. പിന്നെ എന്താ ലേറ്റ് ആയിട്ടോ. അപ്പോൾ കൊച്ചാപ്പി ഇവിടെ ഉണ്ട്. കച്ചറട്ടാ കൊച്ചാപ്പി എന്തിട്ടാ കഴിച്ചേ? എന്തിട്ട് കഴിച്ചു മോന്? വണ്ടിയുടെ ചക്രം എന്നാണ് പറയണേ. ചക്രം എന്നൊക്കെയാണ് പറയണത്. എന്നിട്ട് അത് എവിടെ പോയി? എവിടെ ഉണ്ട് ഇപ്പൊ അത് ചക്രം? വയറ്റിലുണ്ടാ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഡോക്ടർ വെള്ളം കുടിച്ചാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ പറയാം. ഡോക്ടർ കാണിച്ചു. അത് നമ്മുടെ ഇവിടുത്തെ തൃത്തല്ലൂർ ആശുപത്രിയിൽ കാണിച്ചിട്ടാ. ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ശനിയാഴ്ച ആണ് ഉണ്ടായത്. ശനിയാഴ്ച കാലത്ത് 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ചേട്ടന് പോകാനുള്ള ഫുഡൊക്കെ ആക്കുന്നുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കണത് ഇവിടെ തുണി മടക്കി വയ്ക്കാൻ കാണുന്നുണ്ട് തോന്നുന്നു. അപ്പം അത് മടക്കാം ഒപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇടയ്ക്ക് കൈ പോകുന്നുണ്ട്. പക്ഷെ ഒന്നും മടക്കൊന്നുമില്ല. പിന്നെ മടക്കിയേക്കും. അപ്പോൾ എന്നിട്ട് പറയാനുണ്ടാകും. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് കുളിക്കണം. ഇവരുടെ അകത്തൊന്നും കളിക്കണമെന്ന് സ്കൂളുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഫുഡ് പാക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ചുമ കേട്ട് പിന്നെ ഓക്കാനും കേട്ടിട്ടാണ്. ഞാൻ ആദ്യം വെച്ച് കുട്ടൂസം വെച്ചിട്ടാണ് അകത്തേക്ക് ഓടിച്ചെന്നപ്പോൾ കുട്ടൂസം ഞാൻ നോക്കിയിരിക്കുന്നുണ്ട് ഇവൻ്റെ വെപ്രാളൊക്കെ കണ്ടിട്ട്. അപ്പോൾ കൊച്ചാപ്പി ഛർദ്ദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ഒരു കയ്യിൽ കാറുണ്ട്, ഒരു കുഞ്ഞിക്കാറുണ്ട്, ഒരു കയ്യിൽ വേറൊരു ടയറും കൂടി ഉണ്ട് കേട്ടോ. അത് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ കുറച്ച് ഛർദ്ദിച്ചിട്ടുണ്ട്. അതിലൊന്നും പോയിട്ടില്ല. പിന്നെയാണ് ഈ കയ്യിൽ നോക്കിയപ്പോൾ ടയറൊക്കെ കണ്ടത്. പിന്നെ ആ പരിസരത്തൊക്കെ നോക്കിയപ്പോൾ വേറെ ടയറും ഇല്ല. അപ്പം മനസ്സിലായി ആള് കടിച്ച് പൊട്ടിച്ചേക്കാണ് ആ വണ്ടി വന്ന ടയർ. 2 പൊട്ടിച്ച് 1 ചതച്ചിട്ട് വായിലിട്ട് ഇതാക്കിയിട്ട് ഞാൻ ഉമിനീർ അരക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇറങ്ങിപ്പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആയി. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തൃത്തല്ലൂർ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സംഭവം ഉണ്ട്, പക്ഷെ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിൽ ഫെസിലിറ്റി ഒന്നും ഇല്ല പറഞ്ഞു. ഇത് ജില്ലയിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം പറഞ്ഞു. അവിടെ ഞാൻ ചേട്ടനും ആകെ ഐസായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോഴേ നമുക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എങ്ങനെയാവുന്നുള്ളത്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ ചാവക്കാട് ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു. അവിടെ കാഷ്വാലിറ്റിയിൽ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോൾ സർജനെ കാണിച്ചു. സർജനാണെങ്കിൽ ഞങ്ങളെക്കാട്ടി കൂടുതൽ പേടിയായിരുന്നു. സർജൻ പറഞ്ഞു വായി നമുക്ക് എന്തായാലും കാഷ്വാലിറ്റി പോകാൻ പറഞ്ഞിട്ട് കുട്ടീനെ എടുക്കുക പറഞ്ഞിട്ട് അവിടുന്ന് നേരെ കാഷ്വാലിറ്റി ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. ഡോക്ടർക്ക് ഒരു വെപ്രാളം. പക്ഷെ വാതിലടയ്ക്ക് സൗണ്ട് ടിവിയിൽ ശബ്ദം കേൾക്കണേ. അപ്പോൾ കുട്ടൂസ് ടി വി ആണത്. അപ്പോൾ ഡോക്ടറും ഞാനും ചിലരുടെ കൂടി കാഷ്വാലിറ്റിയിൽ കുട്ടീനായിട്ട് കൂടി. അപ്പോൾ അവർ പറഞ്ഞു പീഡിയാട്രിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചെയ്തോളൂ, ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരുവിധം ആയി. 2 പേരും ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ചേച്ചിമാർ അടുത്തുള്ള ആൾക്കാർ പറഞ്ഞു എന്നാൽ നിങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ട് വേഗം കൊണ്ടുപോക്കണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ ആംബുലൻസ് വിളിച്ചില്ല. കാരണം അവൾ ഓക്കെയാണ്. ആൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കളിയും ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെങ്കിൽ മുന്നേ രാജ ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വെച്ചു മുൻപോട്ടൂർ. അപ്പോൾ അവിടെ കാണിച്ചപ്പോൾ കുട്ടികളുടെ ഡോക്ടർ ഉണ്ട്, എൻ്റെ ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവള് ഇങ്ങനെ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർക്ക് ടയറൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് പറഞ്ഞു എന്താ പറയുക ഇത് ചെറുതാണ്, ഇത് അവന് മോശം പോകുമ്പോൾ അതിനൊപ്പം പൊക്കോളും, പേടിക്കാനില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ശനിയാഴ്ച കാലത്താണ് ഉണ്ടായത്. ഇന്നിപ്പോൾ തിങ്കളാഴ്ച വൈകിട്ടായി. ഇതുവരെ മോഷനൊക്കെ പോകുന്നുണ്ട്, പക്ഷെ സംഭവം അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ടെൻഷനാണ്. 2 ദിവസം നോക്കിയിട്ട് ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇനി ഒന്നും കൂടി
വയറ് സ്കാൻ ചെയ്ത് എക്സ്റേ ഞാൻ എടുത്തിട്ട് വേറെ ഡോക്ടറെ മാറ്റി കാണിക്കാനായിട്ട് വിചാരിക്കണം. കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു എന്തുണ്ടായി ശരിക്കും എന്തുണ്ടായി എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ അതാണ് ഞാൻ ജസ്റ്റിൽ പറഞ്ഞത്, അല്ലാതെ ഒരു കണ്ടന്റ് ആക്കിയതല്ല. കണ്ടന്റ് ഇപ്പോൾ ശനിയാഴ്ച കഴിഞ്ഞ സംഭവമാണ് കേട്ടോ. അപ്പം അങ്ങനെ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു ഈവനിങ് വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഈവനിങ്ങിനുള്ള ടൈമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ രാത്രി വേറെ 6:15 വിളക്ക് വയ്ക്കാനുള്ളൊരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നിട്ട് വന്നിട്ടില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, എനിക്ക് ക്യാമറ നോക്കിയിട്ട് പറയുമ്പോൾ എന്തോ നമ്മൾ ഫ്രണ്ട് ക്യാമറയിൽ പറയുമ്പോൾ ഒരു തീരെ കോൺഫിഡൻസ് ഇല്ല, ബാക്ക് ക്യാമറയിൽ പറയുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ മിററിൽ ഇപ്പോൾ ഞാൻ പറയണത് ഇരിക്കണമൊക്കെ കാണാനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കണം കേട്ടോ. ഞാൻ കാലത്തൊരു വ്ളോഗ് എടുക്കണം എപ്പോഴും വിചാരിക്കും, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഈ എന്താ പറയുക ലേറ്റ് ആവണ കാരണമാണ് എടുക്കാത്തത്. അപ്പം ഇനിയിപ്പോൾ പണികളൊക്കെ ഇനിയുണ്ട്, പണികളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ കുളിച്ചതല്ല കേട്ടോ, മുടി ഉണങ്ങിയിട്ടില്ല, ഭയങ്കര ചൂടുകൂടാ. ഇപ്പം ഞാൻ ഫാൻ ഇട്ടിട്ടില്ല. അപ്പം ഞാൻ മേലെ എടുക്കുമ്പോൾ ഇപ്പോൾ അത്ര ചൂടായപ്പോൾ തലയിൽ കൂടെ വെള്ളം പോയി വെച്ചതാണ്. ഇനി തുണികളൊക്കെ മുടക്കി വയ്ക്കണം. പിന്നെ രാത്രിക്ക് ഫുഡ് ചപ്പാത്തി ഉണ്ടാക്കുന്ന വിചാരിക്കണം, അപ്പോൾ അതുണ്ടാക്കണം. പിന്നെ നാളെ ഞങ്ങൾക്ക് ഇവിടെ പൊക്കളന്നര ഇവിടെ സിനോജേട്ടൻ്റെ ചേച്ചിയുടെ അവിടെ പോരാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് പോകണം. കാലത്ത് പോവില്ല, കാരണം സ്കൂളും സിനോജേട്ടൻ ജോലിയൊക്കെ ഉള്ള കാരണം കാലത്ത് പോവില്ല. 4 മണി 4 കൂടിയിട്ട് പോവാം. പിന്നെ രാത്രി അവിടുന്ന് കഴിഞ്ഞിട്ട് വരാനായിട്ടാണ് വിചാരിക്കണം. അപ്പോൾ അങ്ങനെ പിന്നെ 6:30 സമയത്ത് സിനോജേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പിള്ളേരുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഷെമിത്താടെ വീട്ടിൽ നോമ്പ് തിറക്കി പിള്ളേരെ വിളിച്ചിട്ട് അവനങ്ങോട്ട് പോയിക്കായിരുന്നു. 2 ആളും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിക്ക് ഇനി ചപ്പാത്തി വേണ്ട, നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾ അതൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൊച്ചാപ്പിക്ക് ഇപ്പോൾ ഇങ്ങനെ ആയ കാരണം ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇടയ്ക്ക് മേടിക്കാറുണ്ട്. ഇതിപ്പോൾ പപ്പായ നല്ലതാണെന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ നല്ല പഴുത്തതായിരുന്നു. അപ്പോൾ അതൊക്കെ ചെറിയ പീസാക്കായിട്ട് ഞാൻ ആദ്യം പപ്പായൊന്നും കഴിച്ചേർന്നില്ല കേട്ടോ. ഫ്രൂട്ട്സിൽ ഒട്ടുമിക്കതും കഴിച്ചേർന്നില്ല. അല്ലാതെ തന്നെ ചെറുപയർ, ബീട്രൂട്ട് അങ്ങനെ ഐറ്റംസ് ഒന്നും കഴിച്ചേർന്നില്ല. എൻ്റെ അവിടെ ഉള്ളവർക്കൊക്കെ അതിശയമാണ്, ചിന്നിപ്പോൾ ഇതെല്ലാം കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് മൊത്തത്തിൽ മാറി എല്ലാം കഴിച്ചു തുടങ്ങിയിട്ടാണ്. അങ്ങനെ പിന്നെ നമുക്ക് നോമ്പ് തുറന്ന് അവിടുന്ന് ക്ഷമിത്ത പിള്ളേരെ കയ്യിൽ ഇങ്ങനെ ബജ്ജി, പിന്നെ ഈ ഒരു ബർഗർ പോലത്തെ ആ സാധനം ഉണ്ടല്ലോ, അതൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പപ്പായൊക്കെ കഷ്ണമായിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല പഴുപ്പുണ്ടായിരുന്നു. കുട്ടൂസിനാണെങ്കിൽ കുറച്ചധികം എഴുതാണ്ട്. അപ്പോൾ ഞാൻ എഴുതടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ക്യാമറ കണ്ടപ്പോൾ പിന്നെ 2 ആൾ പോസ്റ്ററിലായിരുന്നു. അങ്ങനെ പിന്നെ ഇവിടെ നൂഡിൽസ് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴിക്കില്ല, എനിക്ക് വലിയ ഇഷ്ടമല്ല. അമ്മ എപ്പോഴും പറയട്ടെ നീ അതിന് നൂഡിൽസ് കഴിക്കില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഒരു ചെറുതായിട്ട് ഇത്തിരി എങ്ങനെ കഴിക്കുക, എനിക്ക് കാരണം ഉണ്ടാക്കണ ഒരിതും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ സിനോജേട്ടനാണ് ആക്കിയിരുന്നത്. 4 എണ്ണം അങ്ങോട്ടാണ് തോന്നുന്നുണ്ടാവുക. അതിൽ 2 എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനൊരു ഇത്തിരിയല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ പിന്നെ പിള്ളേർ മാത്രമല്ലേ വിളിച്ചിട്ട് ഇത്തിരി കുറച്ച് മാത്രം എടുത്തിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ കുറച്ചും കൂടി വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പിന്നെ ഷോർട്സ് കണ്ടിട്ട് പിന്നെ ഓരോരുത്തരെ അങ്ങനെ വിളിക്കുകയൊക്കെ ചെയ്തിട്ട്. അതാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിലീറ്റ് ആക്കിയിട്ടാണ്. പിന്നെ 2ാമതും 3ാമതൊക്കെ പോസ്റ്റ് ചെയ്തപ്പോഴാണ് ഒരു ഓക്കെ ആയത്. അങ്ങനെ പിന്നെ കുട്ടൂസിന് എഴുതാനുള്ളതൊക്കെ ആക്കി കൊടുത്ത് കുറച്ച് മുട്ട ഇങ്ങനെ നിങ്ങൾക്കറിയാലോ അവന് ചിക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എടുത്ത് കഴിക്കുമ്പോൾ സിനോട്ടൻ പറയണം മതിയെന്ന്. പിന്നെ സബ്സ്ക്രൈബേഴ്സിനോട് എന്തുണ്ടാക്കുന്നത് സ്പെഷ്യലിസ്റ്റ്. അങ്ങനെ പിന്നെ സ്പെഷ്യലിസ്റ്റ് ആയ ആൾ നമ്മൾ നൂഡിൽസൊക്കെ ആക്കി തന്നു കേട്ടോ. അപ്പോൾ അത് വേഗം കഴിച്ചൊക്കെ എടുക്കാന്നുള്ളൊരു രീതിയായി. പിന്നെ ഇത് അതിലേക്ക് ഇങ്ങനെ കഴിക്കാന്നുള്ള രീതിയായിട്ടാണ്. അപ്പോൾ പിന്നെ അകത്ത് നമുക്ക് ടേബിൾ ഇവിടെ ഇല്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അകത്താണ്ട് ഇരിക്കുക. അപ്പോൾ പിള്ളേരൊക്കെ ചുറ്റിയിരിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് ശേഷം ഉണ്ടാക്കണ കാരണം 2 ആൾക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. നമ്മളെപ്പോഴും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. രാത്രി കൂടുതലിവിടെ ചത്താപ്പി എന്നാണ് പറയാൻ വന്നത്, സോറി ചപ്പാത്തിയാണ് ആവാറ്. ഉച്ചയ്ക്ക് ചോറ് ആ ഒരു രീതിയിലാണ് കേട്ടോ. അങ്ങനെ വേഗം കഴിച്ചു, പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഞാനും ടുട്ടും താഴത്തും സിനോജേട്ടനും കുറച്ചപ്പോൾ മുകളിൽ അങ്ങനെ ഇട്ടൊക്കെ എടുക്കാറ്. ഞങ്ങളുടെ മേലകളൊക്കെ അപ്പം കഴിഞ്ഞ കാരണം പിന്നെ അങ്ങനെയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പായ ഇടുമ്പോഴത്തേനും കൊച്ചാപ്പി വന്ന് എടുക്കും. പക്ഷെ കുട്ടൂസ് ഓരോന്ന് പറഞ്ഞിട്ട് അവൻ അച്ഛൻ്റെ അടുത്തേക്ക് എടുത്തിട്ടാണ്. കുട്ടൂസിന് കൂടുതൽ എൻ്റെ അടുത്തേക്ക് എടുക്കാനാണ് ഇഷ്ടം. നമ്മൾ ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പറയണ്ട കൊച്ചാപ്പിക്ക് എന്തെങ്കിലും പറയണ്ട? പറയാനുള്ളേ പാനിപൂരിയ? എവിടെ പാനിപൂരി? വൈറ്റില്ല തിന്നാ പാനിപൂരി. ബായ് പറഞ്ഞേ. പ്ലെയിൻ കിസ് ഒക്കെ
ഗുഡ് നൈറ്റ് പറഞ്ഞേ.